Hi friends, Smart Up and Pudir video like Ellaruku Soda. In the number video variety video experiments and then craft work and some here. In the video number Undiapani Putikana, Undiapani and Josham, Edeshan Josh Tola Mitchell Paisa, save the children Undiapani, Attention from Cherdonala. Aba Undiapani Putikana. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഉണ്ടിയപ്പാനി പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതാണ് ഒരു പെയിന്റിന്റെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് നടുവിൽ ഒരു ഹോളൊക്കെ വെച്ച് ഇതിന്റെ സൈഡൊക്കെ കവർ ചെയ്തിട്ട് അതായത് ഉരുക്കി ഒട്ടിച്ച് കവർ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ഡെയിലി കിട്ടുന്ന മിച്ചം കിട്ടുന്ന പൈസകളും ചെറിയ നോട്ടുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫുള്ളായി പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ സൈഡൊക്കെ ഉരുക്കി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നടുവിലൊരു ഹോൾ ഇട്ടു അപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു പെയിന്റ് ടപ്പ് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചു എന്ന് മാത്രം ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് കാര്യങ്ങൾ വരുന്ന കാരണം കൊണ്ട് കുറച്ച് പൈസ ടൈറ്റ് ആയതുകൊണ്ട് നമ്മളത് പൊട്ടിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഉണ്ടിയപ്പാനി അത് നമ്മൾ പൊട്ടിക്കുകയാണ് അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഉരുക്കിയ ഭാഗം അതായത് ഉരുക്കി ഒട്ടിച്ച ഭാഗം നമ്മളിന്ന് തട്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ടിയപ്പാനിയുടെ ഉൾവശം ഇത്രയും നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് സേവ് ചെയ്ത പൈസയാണ് കേട്ടോ ഇതിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതെന്തായാലും നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തും കൂടാതെ തന്നെ ഇതിൽ കുറച്ച് പഴയ പൈസകളും അതായത് 20 പൈസ 10 പൈസ 5 പൈസ അങ്ങനത്തെ പൈസകളും അതേപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള പൈസകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേർതിരിച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലെ പൈസ ഇങ്ങനെ ചുറ്റി മടക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ കൂത്തിയിട്ട് ഇതുണ്ടോ അതിൻ്റെ മടക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പൈസ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കൊട്ടി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ കൊട്ടാൻ പോവാണ് വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ചില്ലറ പൈസ അധികം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഏകദേശം 5 വർഷത്തോളം നമ്മൾ സ്വരൂപിച്ച് വെച്ചത് അതായത് കുറച്ചേശായിട്ട് 100 50 20 10 1 അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള പൈസയാണ് അപ്പോൾ അതെന്തായാലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താം അതിൽ കുറച്ച് അതായത് ചില കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള തുട്ടുകളും അതേപോലെ തന്നെ പഴയ കാലങ്ങളിൽ നമ്മുടെ 20 പൈസ 30 പൈസ അങ്ങനത്തെ തുട്ടുകളും 30 പൈസ ഇല്ല അല്ലേ 30 പൈസ ഇല്ലല്ലോ 20 10 പൈസ 5 പൈസ അങ്ങനത്തെ പൈസകളൊക്കെ ഉള്ള ആ ഒരു കളക്ഷൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിലുള്ള ചില്ലറ ഈ ബക്കറ്റിലേക്ക് തന്നെ ആക്കുകയാണ് അത് പിന്നീട് നമുക്ക് എണ്ണാം അതേപോലെ തന്നെ നോട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് ഇതിലിപ്പോൾ നമ്മൾ ഒരു 5 രൂപ കോയിൻ ഉണ്ട് ഇത് ഈ കോയിൻ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ചിത്രവും വ്യത്യാസമുണ്ട് 1996 ഇറങ്ങിയതാണ് കേട്ടോ അതേപോലെ ഒരുപാട് കോയിൻസ് ഉണ്ടായിരിക്കും ഇതിൽ അത് നമുക്ക് എന്തായാലും ലാസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വയ്ക്കാം അത് ഈ ചില്ലറ നമുക്ക് ഇതിലേക്ക് ആക്കാം നോട്ടുകൾ കുറച്ചിങ്ങനെ മാറ്റി വയ്ക്കാം ഇതൊരു പഴയ 10 രൂപ നോട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് പഴയ 5 രൂപ നോട്ടാണ് അതേപോലെ ഇത് 2 രൂപയുടെ നോട്ടാണ് ഇത് 1 രൂപയുടെ നോട്ട് ഇതും ഒരു പഴയ 10 രൂപ നോട്ടാണ് ഇത് പഴയ ഒരു 1 രൂപ ആണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് 1944 ഇറങ്ങിയിട്ടുള്ള 1 രൂപയുടെ തുട്ടാണ് കേട്ടോ
ഫ്രണ്ട്സ് ഇതിലിട്ടുള്ള ചില നോട്ടുകളൊക്കെ അതേപോലെ നാശമായി പോയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ അറ്റങ്ങളൊക്കെ നാശമായി പോയിട്ടുണ്ട്. ഇതൊരു പഴയ കാലത്ത് ഒരു 50 രൂപ നോട്ടാണ്. 10 രൂപയൊക്കെ ദ്രവിച്ചു പോയിരിക്കണം. പണ്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ കേട്ടോ, അതുകൊണ്ടായിരിക്കാം ഇത്ര അങ്ങനെ ദ്രവിച്ചു പോയത്. പുതിയ നോട്ടുകൾക്കൊന്നും വലിയ ഡാമേജ് ഇല്ല, പഴയ നോട്ടുകൾ കുറച്ച് ഡാമേജ് ഉണ്ട്. ഒരു 100 രൂപ ഇങ്ങനെ ആയിട്ടുണ്ട്, നാശമായിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒരുപാട് കാലം ഇതേപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ചില്ലറ പൈസ ഈ നോട്ടിൽ കൊട്ടുമ്പോൾ ഇതേ അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നോട്ടും ചില്ലറയും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇട്ട് വയ്ക്കുകയായിരിക്കും നല്ലത്. നമുക്ക് എന്തായാലും അനുഭവത്തിൽ വന്നു സംഭവം. അപ്പോൾ ഒരുപാട് നോട്ടുകൾ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തു വെച്ച ഒരുപാട് നോട്ടുകൾക്ക് ഇതേപോലെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ടൊക്കെ ഏകദേശം നമ്മൾ നിവർത്തി ഇതേ ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നോട്ടിനെ തന്നെ 20, 10 തരം തിരിച്ചിട്ട് വയ്ക്കണം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നോട്ടൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പഴയ നോട്ടുകളാണ്. അതേപോലെ തന്നെ കുറച്ച് ഡാമേജ് ആയത് നല്ല പോയ നോട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. 200ൻ്റെ പുതിയ നോട്ട്, 100ൻ്റെ പുതിയ നോട്ട്, 100ൻ്റെ പഴയ നോട്ട്, 50ൻ്റെ പഴയ നോട്ട്, 50ൻ്റെ പുതിയ നോട്ട്, 20ൻ്റെ പുതിയ നോട്ട്, 20ൻ്റെ പഴയ നോട്ട്, 10ൻ്റെ പഴയ നോട്ട്, 10ൻ്റെ പുതിയ നോട്ട്. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,831 രൂപ. ഇതിൽ നമുക്ക് ഡാമേജ് വന്നിരിക്കുന്നത് 210 രൂപയാണ് നമുക്ക് ഡാമേജ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പഴയ കറൻസി വന്നിട്ട് നമുക്ക് 231 രൂപ ഉണ്ട് കേട്ടോ ഇതിൽ. അതേപോലെ തന്നെ 10ൻ്റെ 155 നോട്ടുകളും, 20ൻ്റെ 42 നോട്ടുകളും, 50ൻ്റെ 60 നോട്ടുകളും, 100ൻ്റെ 92 നോട്ടുകളും, അതേപോലെ തന്നെ 200ൻ്റെ 14 നോട്ടുകളും. ടോട്ടൽ നമുക്ക് 17,390 രൂപയാണ്. ഇത് ഒഴിവാക്കിയിട്ട് ഈ ടോട്ടൽ നല്ല പൈസ എന്ന് പറയുന്നത്, അതായത് ഡാമേജ് ഇല്ലാത്ത പൈസ നമുക്ക് കിട്ടിയിരിക്കണം. ഇനി നമുക്ക് ചില്ലറ നമുക്ക് കൗണ്ട് ചെയ്യാം. ഫ്രണ്ട്സ് നമ്മൾ ഈ വെറൈറ്റി പൈസകളും, അതായത് ഓരോ ഇയറിൽ ഇറക്കുന്ന പൈസകളിൽ വെറൈറ്റികളുണ്ടാവും. അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈസകളാണ് സെപ്പറേറ്റ് ആക്കുന്നത്. 5, 10 അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്തതിന് ശേഷമാണ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചില്ലറൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 5, അതേപോലെ തന്നെ 1 രൂപ, 2 രൂപ, 10 രൂപ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെറൈറ്റി പൈസകൾ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ്. ഇതിൽ ഓരോന്നും ഓരോ വെറൈറ്റികളാണ്. കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടുള്ള 20 രൂപ. ഇത് പഴയ 50 പൈസ. ഇതും പഴയ 50 പൈസയാണ്. പക്ഷേ എഴുത്തിനും അതേപോലെ തന്നെ പിന്നിലത്തെ ഇതൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് പഴയ 1 രൂപയാണ്. പിന്നെ ഇത് ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങുന്നത്. 2001 ഇറങ്ങിയിട്ടുള്ള 2 രൂപയാണ്. ഇതൊക്കെ പഴയ പൈസയാണ്. അതേപോലെ തന്നെ ഇത് 50 പൈസ. ഇത് 2011 ഇറങ്ങിയതാണ്. പിന്നെ ഇത് ഗൾഫ് മണിയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഈ സംഭവങ്ങളിലൊക്കെ ഓരോന്നും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് കറക്റ്റായിട്ട് കാണുന്നില്ല, ഇത് കുറച്ച് മങ്ങിയിരിക്കണം. ഇത് മദർ തെരേസ വെച്ചിട്ടുള്ള ഇതാണ്, അതായത് ബർത്ത്ഡേ ആനിവേഴ്സറിക്ക് ഇറക്കിയിട്ടുള്ള ഒരു 5 രൂപയാണ്. അതേപോലെ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് സംഭവങ്ങളുണ്ട്. ഇത് അതേപോലെ രാജീവ് ഗാന്ധിയുടെ ഇറക്കിയിട്ടുണ്ട് 1944. അതേപോലെ ഓരോ 50 പൈസയും ഇതേപോലെ വ്യത്യാസമുള്ള 50 പൈസകളുണ്ട്. പിന്നെ ഇതിൽ 1996 ഇറങ്ങിയിട്ടുള്ള ഒരു 5 രൂപയാണിത്.
ഇതിപ്പോൾ നോർമലായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ 10 രൂപ. പിന്നെ ഇതാ ഒരു രൂപ വ്യത്യസ്തമായിട്ടുള്ളൊരു 1 രൂപ ഉണ്ട്. ഇതും 1 രൂപ നല്ല വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഓരോ ഇയറിൽ ഇറക്കുന്നതാണ്. 1991. ഇത് 10 പൈസയാണ് കേട്ടോ. അതൊക്കെ നിറക്കെ പോയിരിക്കണം, അലുമിനിയം ആയതുകൊണ്ട്. ഇത് 10 പൈസയാണ്. അതേപോലെ തന്നെ ഇത് 20 പൈസയാണ്. ഇത് 25 പൈസ, പഴയ 25 പൈസയാണ് കേട്ടോ. ഇതൊരു പുതിയതായിട്ടുള്ള ഇറങ്ങിയിട്ടുള്ളൊരു 50 പൈസയാണ്. ഇതൊരു 5 രൂപ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു 5 രൂപ. 50-ാം വാർഷികത്തിൽ ഇറക്കിയിട്ടുള്ള 5 രൂപയാണിത്. പഴയ ഒരു പൈസയാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് കാണുന്നില്ല. 1835 ഇറങ്ങിയിട്ടുള്ള കോയിനാണ് കേട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത്. 1835 അതിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ ഒരു 10 പൈസയാണിത്. ഇതൊരു ദണ്ഡിയാത്രയുടെ ഇതായിട്ട് ഇറക്കിയിട്ടുള്ളൊരു 5 രൂപ. ബുദ്ധൻ്റെ വെച്ചിട്ട് 5 രൂപ. ഇത് ഒരു വെറൈറ്റി 2 രൂപ കേട്ടോ. ഇതൊക്കെ അപൂർവം കാണുന്ന പൈസകളാണ്. പിന്നെ അതേപോലെ ദുർഗാദേവിയുടെ ചിത്രത്തിലുള്ളൊരു 5 രൂപ. അതേപോലെ 1947 ഇറക്കിയിട്ടുള്ളൊരു കോയിനാണ് കേട്ടോ. അത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 1947 ഇറക്കിയിട്ടുള്ളതാണ്. ഇത് 3 പൈസയാണ് കേട്ടോ. 1 പൈസയും ആണയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി പോയിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 1 രൂപ നമുക്ക് 597 രൂപ, അതേപോലെ തന്നെ 2 രൂപ നമുക്ക് 948 രൂപയും, 5 രൂപ 1130 രൂപയും, 10 രൂപ 50 അപ്പോൾ 500 രൂപയും. അപ്പോൾ നമുക്ക് ടോട്ടൽ 21,006 രൂപ ഇത് കൂട്ടാണ്ട് കേട്ടോ. നമ്മുടെ ഓൾഡ് പൈസ എടുത്ത് വെച്ച് നമ്മളിതിൽ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചില്ലറ അതിലേക്ക് കൂട്ടിയിട്ടില്ല. ടോട്ടൽ 21,006 രൂപയാണ് ഇപ്പോൾ ഈ 3-4 വർഷം കൊണ്ട്, 4-5 വർഷം കൊണ്ട് നമുക്ക് നമ്മൾ ഈ ചില്ലറയും അങ്ങനെ ഇങ്ങനെയൊക്കെ കൂട്ടി വെച്ചിട്ട് കിട്ടിയിട്ടുള്ളൊരു എമൗണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നമ്മളിന്ന് ഉണ്ടിയപ്പാനയുടെ വീഡിയോ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാവേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സേവിങ്സ് നമ്മൾ കാണിച്ചു എന്ന് മാത്രം. അതൊന്ന് ഫുള്ളായപ്പോൾ നമ്മൾ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. എല്ലാവരും ഇതേപോലെ സേവിങ്സ് ചെയ്യാച്ചാൽ എല്ലാവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിന് അധികം അത് എടുക്കാണ്ടാവുള്ളൂ. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ പൈസ ഇടുമ്പോൾ ഈ കോയിൻസും അതേപോലെ നോട്ടുകളും തമ്മിൽ വെവ്വേറെ ഇടുകയായിരിക്കും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നോട്ടൊക്കെ നാശമായി പോകും. അപ്പോൾ നമ്മൾ ഇത് ടൈം തുടങ്ങിയത് ഏകദേശം 3-3.5 മണിക്കൂറാണ് ഇത് കൗണ്ട് ചെയ്യാനും അതേപോലെ തന്നെ എണ്ണി തിട്ടപ്പെടുത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. ചില്ലറ ഒരുപാടുള്ള കാരണം കൊണ്ട് 2 വട്ടമൊക്കെ കൗണ്ട് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.